നമ്മുടെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 57 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 9 സ്റ്റാർട്ടിംഗ് ഫ്രം വേഴ്സ് 57. ലൂക്കോസ് 9-ന്റെ 57 മുതൽ. അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പർവ്വജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. വേറൊരുത്തനോട്, എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞാറേ. അവൻ, ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. അവൻ അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്ക എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. യേശുവിനോട് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഈ ഭാഗത്തു നിന്ന് തന്നെയാണ് സംസാരിച്ചത്. കർത്താവിനെ അനുഗമിക്കാൻ അവസരം ലഭിച്ച 3 പേരുടെ കാര്യമാണ് ഈ ഭാഗത്ത് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ആളുടെ കാര്യമേ വിശദമായിട്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞുള്ളൂ. അതിന്റെ ബാക്കി പിന്നീട് പറയാം എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് 2-3 ആളുകളുടെ കാര്യമാണ് ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യം ഒന്ന് പെട്ടെന്ന് ഓർപ്പിക്കുകയാണ്. കർത്താവ് എപ്പോഴും ഉപയോഗിച്ചിരുന്നൊരു വാക്കാണ് അനുഗമിക്കുക എന്നുള്ള വാക്ക്. കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാണ് വിളിച്ചത്. ആ അനുഗമിക്കുക എന്ന് പറയുന്നത് നൈമിഷികമായി അല്പസമയത്തേക്കൊന്ന് അനുഗമിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, ജീവിതകാലം മുഴുവൻ എന്നെ പിൻപറ്റണം എന്നുള്ള അർത്ഥത്തിലാണ് അനുഗമിക്കുക എന്ന് കൽപ്പനാ രൂപത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആദ്യത്തെ ആള് ഒരു ശാസ്ത്രിയായിരുന്നു എന്ന് മത്തായി 8 നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ കർത്താവിനെ ഞാൻ നിന്നെ അനുഗമിക്കുക എന്ന് അവൻ പറഞ്ഞപ്പോൾ അവന്റെ ലൈഫ് സ്റ്റൈലിന് വളരെ വ്യത്യാസം വരേണ്ടി വരും. അവൻ ഇപ്പോൾ ഉള്ള സ്ഥാനമോ മാനമോ സുരക്ഷിതത്വമോ അവന് ലഭിക്കയില്ല. സകലവും വിട്ട് അനുഗമിക്കാൻ കൊള്ളാവുന്നവനാണ് കർത്താവ് എന്ന് ബോധ്യമുണ്ടെങ്കിലേ അനുഗമിക്കാവൂ എന്ന് കർത്താവിനോട് ഓർപ്പിച്ചു. രണ്ടാമത്തെ ആള് കർത്താവ് അവനോട് പറയുകയാണ്, എന്നെ അനുഗമിക്ക എന്ന്. 59-ാം വാക്യത്തിൽ ഞാനതിനെക്കുറിച്ച് ഓർപ്പിക്കുകയുണ്ടായി. കർത്താവിന് വിളി ലഭിക്കുക എന്നുള്ളത് എത്രയോ വലിയൊരു കാര്യമാണ്. ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞവനല്ല, എന്നെ അനുഗമിക്ക എന്ന് കർത്താവ് അവനോട് പറയുകയാണ്. അവനൊരു ശിഷ്യനാണ് എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശിഷ്യൻ എന്ന് പറയുന്നത് 12 പേരിൽ ഒരാളെന്നുള്ള അർത്ഥത്തിലല്ല, ഗുരുവിൽ നിന്ന് പഠിക്കാനായിട്ട് കൂടെ കൂടിയിരിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് അവന് ശിഷ്യനാണെന്ന് മത്തായി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അനുഗമിക്കാനുള്ള വിളി ലഭിച്ചു, വലിയൊരു അവസരം അവന് ലഭിച്ചു. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ 1 കൊരിന്ത്യർ 15 പൗലോസ് പറയുന്ന പോലെ, എന്നോടുള്ള ദൈവത്തിന്റെ കൃപ വൃഥാവായില്ല, ഞാൻ ആ വിളി അനുസരിച്ചു, ഞാൻ എല്ലാവരേക്കാളും അധികം അധ്വാനിച്ചു എന്ന് പൗലോസ് പറയുന്നുണ്ട്. ഇവനോട് ദൈവം കാണിച്ച കൃപ വൃഥാവായി പോയി ഇവൻ അനുഗമിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. അത് ഏറ്റവും സങ്കടകരമായൊരു കാര്യമാണ്. കർത്താവിനെ അനുഗമിക്കാൻ അവസരം ലഭിച്ചാറ്, അതിന് വിളി ലഭിച്ചാറ്, അത് പ്രയോജനപ്പെടുത്താതെ മറ്റേതെങ്കിലും കാരണം പറഞ്ഞ് അത് മുടക്കിക്കളയുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും ട്രാജിക്കായിട്ടുള്ള, ഏറ്റവും ദുഃഖകരമായ ഒരു അനുഭവമാണ്. അതാണ് അവൻ ഇവിടെ ചെയ്യുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്. അവനെ അനുഗമിക്കാമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ കാര്യം നമുക്ക് നോക്കാം. ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. ഇവിടെ അപ്പൻ ഇങ്ങനെ മരിച്ചു കിടക്കുകയാണ്, അതുകൊണ്ട് ശവടക്കൊന്ന് കഴിഞ്ഞോട്ടെ എന്നല്ല അവൻ പറയുന്നത്. അതല്ല അതിൻ്റെ അർത്ഥം. യഹൂദന്മാരുടെ രീതി അനുസരിച്ച് മരിച്ചാൽ ഉടനെ അടക്കും. നമ്മൾ ചെയ്യുന്ന പോലെ മോർച്ചറി വെക്കുകയോ കുറച്ച് ദിവസം കാക്കുകയോ ചെയ്യില്ല. മരിച്ചയാളെ ഉടനെ അടക്കും. അതാണ് യഹൂദന്മാരുടെ രീതി. ആ നിലയിൽ അപ്പൻ മരിച്ചെങ്കിൽ മരിച്ചവനെ ഉടനെ അടക്കും. അതിന് കുറച്ചാൾ കഴിഞ്ഞ് പതുക്കെ അടക്കിയിട്ട് വരിക എന്നുള്ള ആശയം അവിടെ ഇല്ല. മാത്രമല്ല, അപ്പനെ അടക്കുക എന്നുള്ള പ്രയോഗം മിഡിൽ ഈസ്റ്റിൽ അപ്പന്റെ കാലശേഷം എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ആളുകൾ ഉപയോഗിച്ചിരുന്നതായിട്ട് ജി ക്യാമ്പൽ മോർഗൻ എന്ന പ്രസിദ്ധനായ വേദപണ്ഡിതൻ തന്റെ ഒരു എഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബറി മൈ ഫാദർ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദ ടൈം ഓഫ് മൈ ഫാദർ, എൻ്റെ അപ്പന്റെ കാലശേഷം എന്ന അർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിൽ ആ പ്രയോഗം ഉണ്ടായിരുന്നു, നിലവിൽ നിന്നിരുന്നു എന്നുള്ളതിന് തെളിവുകളുണ്ട്.
അതുകൊണ്ട് ഏറ്റവും ന്യായമായിട്ട് വിചാരിക്കാവുന്നത് അപ്പൻ മരിച്ച് അടക്കമെന്ന് കഴിഞ്ഞോട്ടെ എന്ന് പറയല്ല. എൻ്റെ അപ്പന്റെ കാലശേഷം, അപ്പനെ കുഴിച്ചിട്ട ശേഷം എന്ന് പറഞ്ഞാൽ അപ്പന്റെ കാലശേഷം ഞാൻ നിന്നെ അനുഗമിക്കാം. എനിക്ക് വീട്ടിൽ ചില വെറ്റപ്പാടുകളൊക്കെ ഉണ്ട്, ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ശരിയാക്കി കഴിഞ്ഞ് നിന്നെ അനുഗമിക്കാം എന്ന് ഇവൻ പറഞ്ഞുവെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്താ അപ്പന്റെ കാലശേഷം വന്നാൽ മതിയോ എന്നവൻ ചോദിച്ചപ്പോ അത് കർത്താവ് അനുവദിച്ചില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രാരംഭത്തിൽ ഒരു കാര്യം പറഞ്ഞു. കർത്താവ് സുവിശേഷങ്ങൾ ആളുകളോട് ഇടപെടുന്നത് അവരുടെ നിലയും അവരുടെ ഉള്ളിലിരിപ്പും അറിഞ്ഞാണ്. നമുക്കത് അറിഞ്ഞുകൂടാ, ആളുകൾ പറയുന്നതേ നമുക്കറിയാവുള്ളൂ. എന്നാൽ അവരുടെ മനസ്സിൽ എന്താണ്, അവരുടെ പശ്ചാത്തലം എന്താണ് എന്നറിഞ്ഞാണ് കർത്താവ് ഓരോരുത്തരോടും മറുപടി പറയുന്നത്. അപ്പോൾ കർത്താവ് ഒരു കാര്യം ഒരാളോട് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ കാണുന്നതിന്റെ വെളിച്ചത്തിൽ മാത്രമല്ല, അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവന്റെ മനസ്സിൽ എന്താണുള്ളത് എന്ന് കണ്ടുകൊണ്ടുകൂടെയാണ് കർത്താവ് ഇടപെടുന്നത്. അപ്പോൾ ഇവനെ സംബന്ധിച്ച് അപ്പന്റെ കാലശേഷം നമുക്കറിയാം, അപ്പന്റെ കാലശേഷം എന്തൊക്കെ കാര്യം സംഭവിക്കാം. അപ്പന്റെ കാലശേഷം സ്വത്ത് വിഭജനം എന്നൊരു കാര്യമാണ്. മക്കളുടെ ഇടയിൽ ഏറ്റവും വഴക്കുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് നിങ്ങൾക്കറിയാം. സ്വത്ത് സംബന്ധിച്ച് തർക്കം, അവന് കൂടുതൽ കിട്ടി, ഇവന് കുറച്ച് കിട്ടി, അങ്ങനെ പല തർക്കങ്ങൾ. ഇതെല്ലാം കൂടെ സെറ്റിൽ ചെയ്തിട്ട് കുടുംബത്തിലെ എല്ലാ കാര്യവും ഒന്ന് ശരിയാക്കിയിട്ട് ഞാൻ നിന്റെ പിന്നാലെ വരാം എന്ന് അവൻ പറയുന്നതായിട്ടാണ് ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നിന്റെ കുടുംബകാര്യങ്ങൾ കർത്താവിനെ പിൻപറ്റാൻ ഒരിക്കലും തടസ്സമാകാൻ പാടില്ല എന്നുള്ള പാഠം കർത്താവ് നൽകുകയാണ്. നിന്റെ കുടുംബത്തിലെ എല്ലാ കാര്യവും സെറ്റിൽ ചെയ്തിട്ടല്ല എന്റെ പിന്നാലെ വരേണ്ടത്. അത് ചിലപ്പോൾ വർഷങ്ങൾ എടുത്തെന്നിരിക്കാം. കുടുംബത്തിലെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു കാര്യമല്ല, അത് വളരെ നാളുകൾ എടുത്തെന്നിരിക്കാം. എന്നാൽ എന്റെ കാര്യത്തിന്, എന്നെ പിൻപറ്റുന്നതിന് പ്രയോറിറ്റി കൊടുക്കണം. അതാണ് കർത്താവ് പറയുന്നത്. കർത്താവിന് അവനോട് പറഞ്ഞ മറുപടി നമുക്കറിയാം. മരിച്ചവർ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ. എന്താ പറയുന്നതിന്റെ അർത്ഥം? ഞാൻ അല്പം മാറി ഒരു കാര്യം പറയാണ്. വേദപുസ്തകത്തിൽ പറയുന്ന തിരുവഴുത്തിൽ നമ്മൾ കാണുന്ന വാചകങ്ങളുടെ അർത്ഥം എന്താണെന്ന് അറിയാനായിട്ടൊരു മാർഗമുണ്ട്. അതായത് ഒബ്വിയസ് ആയിട്ട് നേരിട്ട് അർത്ഥം മനസ്സിലാകുമെങ്കിൽ ആ അർത്ഥം സ്വീകരിക്കുക. നേരിട്ടുള്ള അർത്ഥം ശരിയാകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം വേറെ അർത്ഥം ഇതിനുണ്ടെന്നാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് മരിച്ചവർ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ. മരിച്ചവർക്ക് ബാക്കിയുള്ളവരെ അടക്കം ചെയ്യാൻ പറ്റുമോ? അപ്പൊ നേരിട്ടുള്ള അർത്ഥമല്ല അല്ലെ. മരിച്ചയാൾക്ക് വേറൊരാളെ അടക്കം ചെയ്യാൻ പറ്റുമോ? അപ്പൊ അതിൽ നിന്ന് മനസ്സിലാകുന്നത് മരിച്ചവരെന്ന് പറയുന്നത് ശരീരപ്രകാരം മരിച്ചവരുടെ കാര്യമല്ല. ഇപ്പൊ കർത്താവ് പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. നേരിട്ടുള്ള അർത്ഥം ആകുമോ? കർത്താവ് ഒരു വാതിലാണോ? നേരിട്ടുള്ള അർത്ഥം ശരിയാകയില്ല. അപ്പൊ പിന്നെ എന്താ അർത്ഥം? അപ്പൊ അതിന് ആത്മീയ അർത്ഥമുണ്ട്. അപ്പോൾ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് നേരിട്ട് ആ വാചകത്തിന്റെ അർത്ഥം കോമൺ സെൻസിന് യോജിക്കുന്നതാണെങ്കിൽ അത് എടുക്കാം. നേരെ പറഞ്ഞിരിക്കുന്നതിന് അർത്ഥമുണ്ടെങ്കിൽ അത് എടുക്കാം. എന്നാൽ നേരിട്ട് പറഞ്ഞിരിക്കുന്നതിന് അർത്ഥം ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം, അതിന്റെ പിന്നിൽ ഒരു ആത്മീയ അർത്ഥമുണ്ടെന്നാണ്. മരിച്ചവർ കുഴിച്ചിടട്ടെ, നേരിട്ടുള്ള അർത്ഥം ശരിയാകുമോ? ശരിയാകുകയില്ല. മരിച്ചവർക്ക് കുഴിച്ചിടാനൊക്കെ ഇല്ല. അപ്പൊ അതിന്റെ പിന്നിൽ വേറൊരു അർത്ഥമുണ്ട്. അപ്പോൾ മരിച്ചവർ മരിച്ചവരെ കുഴിച്ചിടട്ടെ എന്ന് പറഞ്ഞാൽ ആത്മീയമായി മരിച്ചവർ, കർത്താവിന്റെ വിളി ലഭിക്കാത്തവരായ ആളുകൾ ശാരീരികമായി മരിച്ചവരെ അടക്കം ചെയ്യട്ടെ, അവരാ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കട്ടെ എന്നാണ് കർത്താവ് പറയുന്നത്. ഇനി വേറൊരു വലിയ സത്യവും കർത്താവിന്റെ ഈ വാചകത്തിലുണ്ട്. അതെന്താണെന്നറിയാമോ? മരിച്ചവരെ കുഴിച്ചിടുക എന്നുള്ളത് ആർക്കും ചെയ്യാൻ ഒക്കുന്ന ഒരു കാര്യമാണ്. അത് ആർക്ക് വേണേലും ചെയ്യാം. മരിച്ചവരെ ആർക്ക് വേണേലും കുഴിച്ചിടാം. പക്ഷേ എന്നെ അനുഗമിക്കുക എന്നുള്ളത് വിളി കിട്ടിയ നിനക്ക് മാത്രമേ ഒക്കൂ. അത് ആർക്കും ചെയ്യാനൊക്കെ ഇല്ല. Don't waste your time by doing what others also can do. Do what you alone can do. മറ്റുള്ളവർക്കും ചെയ്യാൻ ഒക്കുന്ന കാര്യങ്ങൾ ചെയ്ത് നീ നിന്റെ സമയം കളയരുത്. നിനക്ക് മാത്രം ചെയ്യാൻ ഒക്കുന്ന ചില കാര്യമുണ്ട്, അത് നീ ചെയ്യാനായിട്ട് നീ ശ്രദ്ധിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. ഇത് വളരെ വലിയൊരു പ്രമാണമാണ്. ആർക്കും ചെയ്യാൻ ഒക്കുന്ന ഒത്തിരി കാര്യമുണ്ട്, അത് ചെയ്ത് നമ്മൾ സമയം കളയരുത്. അത് അവർ ചെയ്തോട്ടെ. നമുക്ക് മാത്രം ചെയ്യാൻ ഒക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആത്മീയമായി വെളിച്ചം ലഭിച്ച, കർത്താവിന്റെ വിളി ലഭിച്ച
അവനെ പിൻപറ്റാൻ അവസരം ലഭിച്ച നമുക്ക് മാത്രം ചെയ്യാൻ ഒക്കുന്ന ചില കാര്യമുണ്ട്, അത് അവർക്ക് ചെയ്യാൻ ഒക്കെയില്ല. അതുകൊണ്ട് ആ കാര്യം ചെയ്യുന്നതിന് നാം പ്രാധാന്യം കൊടുക്കണം. എല്ലാവർക്കും ചെയ്യാൻ ഒക്കുന്ന കാര്യം ആര് വേണമെങ്കിലും ചെയ്യട്ടെ, നമുക്ക് മാത്രം ചെയ്യാൻ ഒക്കുന്ന കാര്യം ചെയ്യാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമാണമാണ് കർത്താവ് അവിടെ പറയുന്നത്. അവൾ മരിച്ചവർ, ആത്മീകമായി മരിച്ച ആളുകൾ, ശാരീരികമായി മരിച്ച മറ്റുള്ളവരെ അടക്കട്ടെ. നിനക്ക് വിളി ലഭിച്ചു, നിനക്ക് മാത്രം ചെയ്യാനൊക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത്. അത് നിന്റെ വീട്ടുകാർക്ക് ചെയ്യാനൊക്കെ ഇല്ല. എന്നെ അനുഗമിക്കുക എന്നുള്ളത് നിന്റെ വീട്ടുകാർക്ക് ഒക്കുന്ന കാര്യമല്ല, അത് നിനക്ക് ഒക്കൂ. കാരണം നിനക്കാണ് വിളി ലഭിച്ചത്. അതുകൊണ്ട് നീ ബാക്കി എല്ലാ കാര്യവും പുറകോട്ട് മാറ്റി എന്നെ അനുഗമിക്കുന്ന കാര്യത്തിൽ നീ പ്രത്യേകം ശ്രദ്ധിക്കണം. കർത്താവ് ഇവിടെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില പ്രമാണങ്ങളാണത്. നോ കൺസിഡറേഷൻ ഓഫ് ഫാമിലി ടൈസ് മസ്റ്റ് ബി അലൗഡ് ടു ഹിൻഡർ ഒബീഡിയൻസ് ടു മീ. അപ്പനോടോ മറ്റുള്ളവരോടോ ഉള്ള യാതൊരു കടപ്പാടും എന്നെ അനുഗമിക്കുന്നതിന് തടസ്സമായിട്ട് വരാൻ പാടില്ല. കർത്താവ് സുവിശേഷങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമുക്കറിയാം. എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയും പഴിക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അത് നേരിട്ട് വായിച്ചാലുള്ള അർത്ഥം ശരിയാകുമോ? അപ്പനെ അമ്മയും പഴിക്കണം, വെറുക്കണമെന്നാണോ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്? ആണോ? എല്ലാവരും സ്നേഹിക്കണമെന്നല്ലേ കർത്താവ് പഠിപ്പിച്ചത്? അപ്പനെ അമ്മയും ബഹുമാനിക്കണമെന്നല്ലേ? അപ്പൊ അവരെ പഴിക്കണമെന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ്? അവരെ വെറുക്കണമെന്നല്ല ഇതിന്റെ അർത്ഥം. എന്നോടുള്ള സ്നേഹവും അവരോടുള്ള കടപ്പാടുകളും കൂടെ വരുമ്പോൾ എന്നോടുള്ള സ്നേഹത്തിന്റെ വെളിച്ചത്തിൽ അവരോടെടുക്കുന്ന നിലപാട് പകയ്ക്കുന്നത് പോലെ തോന്നും. കർത്താവിനെ പിൻപറ്റാനായിട്ട് വിളി ലഭിച്ചുള്ള ഒരാള് അപ്പനും അമ്മയും പറയുന്നത് കേൾക്കാതെ കർത്താവിന്റെ പിന്നാലെ പോയാൽ എന്ത് തോന്നും? ഇവൻ അപ്പനെ അമ്മയെ അനുസരിക്കാത്തൊരുത്തനാണ്, അപ്പനെ അമ്മയെ പഴിക്കുന്നവനാണെന്ന് തോന്നും. അല്ലാതെ അപ്പനെ അമ്മയും വെറുക്കണമെന്നല്ല പറയുന്നതിന്റെ അർത്ഥം. ഈ രണ്ടും കൂടെ ഒരു ക്ലാഷ് വന്നാൽ, when your love to your dear ones and your love to the Lord clashes, when these two things clash, then you must always obey the Lord. കർത്താവിനെയും മറ്റുള്ളവരെയും തമ്മിൽ ഒരു സംഘടന ഉണ്ടായാൽ എപ്പോഴും കർത്താവിനെയാണ് നീ അനുസരിക്കേണ്ടത്. അപ്പനെയും അമ്മയും കരുതണ്ടെന്ന് അതിനർത്ഥമില്ല. അപ്പനെയും അമ്മയെ സ്നേഹിക്കണം, കരുതണം. എന്നാൽ കർത്താവിനെ പിൻപറ്റുന്നതിന് അത് തടസ്സമായി വന്നാൽ നീ മുൻതൂക്കം കൊടുക്കേണ്ടത് അപ്പനും അമ്മയ്ക്കും അല്ല, കർത്താവിനാണ്. നമുക്കറിയാം, നമ്മുടെ തന്നെ അനേക പിതാക്കന്മാർ ഈ പ്രദേശത്തും കേരളത്തിലും മറ്റനേക സ്ഥലങ്ങളിലുള്ള അനേക പിതാക്കന്മാർ ഈ പ്രമാണം പാലിച്ച് വീട് വിട്ട് ഇറങ്ങിപ്പോന്നിട്ടുള്ളവരാണ്. സ്വത്ത് വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ടുള്ളവരാണ്. അപ്പന്റെ അമ്മയുടെയും അപ്രീതി സമ്പാദിച്ച് ഇറങ്ങിപ്പോന്നിട്ടുള്ളവരാണ്. കുടുംബ ബന്ധങ്ങൾ വേണ്ടെന്ന് വെച്ച് ഇറങ്ങിപ്പോന്നിട്ടുള്ളവരാണ്. അങ്ങനെ കർത്താവിനെ സേവിക്കാൻ ഒക്കൂ. എല്ലാ കുടുംബക്കാരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട്, എല്ലാ കുടുംബ ചുമതലകളും നിർവഹിച്ചുകൊണ്ട്, അവർക്കെല്ലാം ഇഷ്ടകരമായ നിലയിൽ ജീവിച്ചുകൊണ്ട് കർത്താവിനെ പിൻപറ്റുക എന്നുള്ളത് അസാധ്യമാണ്. സാധാരണ പരിസ്ഥിതിയിൽ വീട്ടിൽ എല്ലാ കാര്യവും നമ്മൾ ചെയ്യണം, നോക്കണം. എന്നാൽ കർത്താവിനെ പിൻപറ്റുന്നതിന് അതൊന്നും തടസ്സമായിരിക്കാൻ പാടില്ല എന്നുള്ള വലിയ ഒരു പാഠം കർത്താവ് ഇവിടെ നമുക്ക് നൽകുകയാണ്. അടുത്തതായിട്ട് മൂന്നാമത് ഒരാളുടെ കാര്യം 61 വാക്യത്തിലുണ്ട്. അവൻ, കർത്താവെ, ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. ഒന്നാമത്തെ ആള് ചെയ്തതുപോലെ തന്നെ മൂന്നാമത്തെ ആളും ചെയ്യാണ്. ഒന്നാമത്തെ ആള് ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു വന്നു. അതുപോലെ മൂന്നാമത്തെ ആളും കർത്താവ് എന്നെ വിളിച്ചതായിട്ട് കാണുന്നില്ല, ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞ് അവൻ മുമ്പോട്ട് വരികയാണ്. ഞാൻ ആദ്യത്തെ ദിവസം, കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ കർത്താവിന്റെ അടുക്കൽ വരുന്നവര് എങ്ങനെയും എന്തേലും പറഞ്ഞ് അവരെ പെർസ്വേഡ് ചെയ്ത് എങ്ങനെയും കൂട്ടിക്കൊണ്ടുപോവുക, അങ്ങനെ ഒരു പോളിസി കർത്താവിനില്ല. എന്തേലും ആട്ടെ, എന്റെ കൂടെ ആള് കൂടട്ടെ എന്ന് വിചാരിച്ച് അല്പം താല്പര്യം കാണിക്കുന്നവനെ സ്നാനപ്പെടുത്തി കളയാം എന്ന് വിചാരിക്കുന്ന ആളല്ല കർത്താവ്. അങ്ങനെയുള്ള സഭകളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാം. ഒരു സ്വല്പം താല്പര്യം കാണിച്ചാൽ മതി, അടുത്ത ആഴ്ച സ്നാനപ്പെടുത്തി കളയും. കാരണം കൂട്ടത്തിൽ കൂട്ടാൻ. അങ്ങനെ കൂട്ടത്തിൽ കൂട്ടുന്ന ഒരാളല്ല കർത്താവ്. എന്നെ വാസ്തവമായി അനുഗമിക്കാൻ മനസ്സുള്ളവർ മാത്രം എന്റെ പിന്നാലെ മതി എന്നുള്ള പോളിസി ഉള്ള ആളാണ് കർത്താവ്. അതുകൊണ്ട് ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞപ്പോ എന്നാട്ടെ നീ കൂടെ വന്നോ എന്ന് കർത്താവ് പറഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നില്ല.
ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞപ്പോ അവൻ അത് കഴിഞ്ഞ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ ആദ്യം എന്റെ. അവന് വിളിച്ചത് കർത്താവേ എന്നാ അല്ലെ, പക്ഷെ പറഞ്ഞത് ആദ്യം ഫസ്റ്റ് മീ. ഈ മറ്റേ ആളും അങ്ങനെ തന്നെ പറഞ്ഞേ. എന്നെ അനുഗമിക്കാന്ന് പറഞ്ഞപ്പോ അയാള് പറഞ്ഞത് മുമ്പേ എന്റെ. രണ്ടാമത്തെ ആളോട് അനുഗമിക്കാന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു മുമ്പേ എന്റെ. ഇവിടെ ഇവൻ ഞാൻ നിന്നെ അനുഗമിക്കാന്ന് പറഞ്ഞപ്പോ അവനും പറഞ്ഞത് ആദ്യം എന്റെ. അതോടെ അവര് ഡിസ്ക്വാളിഫൈഡ് ആയി. കർത്താവിനെ പിൻപറ്റാൻ വരുന്ന ആരും ഫസ്റ്റ് മീ എന്ന് പറഞ്ഞാൽ അത് അയോഗ്യതയാണ്. ഫസ്റ്റ് ഇസ് നെവർ യു, ഫസ്റ്റ് ഇസ് ദ ലോർഡ്. ആദിയിൽ ദൈവം, ഒന്നാമത് കർത്താവായിരിക്കണം. വേറെ ഏതെങ്കിലും കാര്യമാണ് ഒന്നാമതെങ്കിൽ കർത്താവിനെ അനുഗമിക്കുവാൻ നിങ്ങൾക്കൊക്കെ ഇല്ല. നീ കർത്താവിനെ അനുഗമിക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ കർത്താവ് ഒന്നാമതായിരിക്കണം. ആട്ടെ, അവൻ എന്താ പറഞ്ഞേ? ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര വരുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. ഒരു ന്യായമായ കാര്യമല്ലേ? ഈ അപ്പനെ കുറിച്ചിടുക അല്ലെങ്കിൽ അപ്പന്റെ കാലശേഷം വരിക, അത് ന്യായമായൊരു കാര്യമല്ലേ? വീട്ടിലെ കാര്യമൊക്കെ നോക്കിയിട്ട് വരിക എന്നുള്ളത് ന്യായമായ കാര്യമല്ലേ? ഈ കാര്യങ്ങളെല്ലാം അതിൽ തന്നെ ന്യായമാണ്, ലെജിറ്റിമേറ്റാണ്. പക്ഷേ കർത്താവിനെ അനുസരിക്കുന്നതിന് തടസ്സമായാൽ അത് ഇല്ലെജിറ്റിമേറ്റ് ആകും. ന്യായമായ കാര്യങ്ങൾ തന്നെ കർത്താവിനെ അനുസരിക്കുന്നതിന് വിഘാതമായി തീർന്നാൽ അത് അന്യായമായ കാര്യമായി തീരും. വീട്ടിലുള്ളവരോട് യാത്ര പറയാന്ന് പറയുന്നത് ന്യായമായ കാര്യമാണ് അല്ലേ? പക്ഷേ കർത്താവിനെ അനുഗമിക്കുന്നതിന് തടസ്സമാണ്. ഞാൻ നേരത്തെ ആവർത്തിച്ച് പറഞ്ഞ പോലെ അവന്റെ പശ്ചാത്തലവും അവന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിഞ്ഞാണ് കർത്താവ് മറുപടി പറയുന്നത്. നമുക്കത് അറിഞ്ഞുകൂടാ, പക്ഷെ കർത്താവിനൊന്ന് അറിയാം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, വേണ്ട, നീ യാത്ര ചോദിക്കാനൊന്നും പോകണ്ട. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവരാരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. ഇവൻ വീട്ടിൽ പോയി യാത്ര പറഞ്ഞാൽ എന്താ കുഴപ്പം? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇവൻ യാത്ര പറയാൻ വീട്ടിൽ പോവുക. വീട്ടിൽ പോയി കർത്താവിനെ അനുഗമിക്കാനുള്ള തീരുമാനം അവൻ തന്നെ പറഞ്ഞല്ലോ, ഞാൻ വരാമെന്ന്. വീട്ടിൽ പോയി യാത്ര പറയാനായിട്ട് പോവുക. അപ്പൊ കർത്താവിന്റെ പിന്നാലെ പോകാൻ നമ്മുടെ ഭാഷയിൽ ഞാനങ്ങ് പറയുകയാണ്, പതുക്കെ സജ്ജിയൊക്കെ അടുക്കി 2 പേർ തുണിയും ഉടുപ്പും ഒക്കെ പതുക്കെ അതിനകത്ത് പാക്ക് ചെയ്ത് വെക്കുകയാണ്. കർത്താവിനെ പോകാനുള്ള ചെറിയൊരു ഒരുക്കം നടത്തുകയാണ്. അപ്പൊ വീട്ടുകാർ ചോദിച്ചു, ഭാര്യയാണോ അപ്പനാണോ അമ്മയാണോ അറിയാൻ പാടില്ല. വീട്ടുകാർ ചോദിക്കുക, എങ്ങോട്ടാ യാത്ര? അതേ, ഞാന് ഒരിടം വരെ ഒന്ന് പോവുക. എങ്ങോട്ടാ പോകുന്നത്? അത് യേശുവിനെ അനുഗമിക്കാൻ, യേശുവിന്റെ ശിഷ്യനായിട്ട് ഞാൻ പോവുക. വീട്ടുകാരുടെ പ്രതികരണം എന്തായിരിക്കും? യഹൂദന്മാരെന്നുള്ള നിലയ്ക്ക് വീട്ടുകാരുടെ പ്രതികരണം എന്തായിരിക്കും? യാതൊരു നിലയിലും യേശുവിനെ അംഗീകരിക്കുന്നവരല്ല യഹൂദന്മാർ. വീട്ടുകാർ എന്ത് പറയുമെന്നാ എന്നാ നീ പോയിക്കോ, നല്ല കാര്യം അമ്മനെ എന്ന് പറയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കാൻ ഒരു ന്യായമില്ല. അവരനേക തടസ്സങ്ങൾ പറയും. എന്ത് പറയും? ഈ യേശു എന്ന് പറയുന്നവനെ കൊള്ളാവുന്ന ആരും അനുഗമിക്കുന്നില്ല. ചുങ്കക്കാരും പാവികളും വേശികളും കുറെ പേരൊക്കെ അവന്റെ കൂടെ കൂടിയിട്ടുണ്ടെന്നല്ലാതെ നല്ല ആളുകൾ ആരും, നല്ല കുടുംബത്തിൽ പറഞ്ഞവരാരും യേശുവിനെ അനുഗമിക്കുന്നില്ല. മാത്രമല്ല അവനെക്കുറിച്ച് തന്നെ പല സംശയങ്ങളാണ്. അപ്പൻ ആരാന്ന് ഇതുവരെ കൃത്യമായിട്ട് ആർക്കും അറിയാൻ പാടില്ല. അങ്ങനെയുള്ള ഒരുവൻ, നസ്രയൻ, വീടും കൂടും ഇല്ലാത്ത ഒരുത്തൻ, അവനെ നീ അനുഗമിക്കാൻ പോവുകയാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരും ഇവന്റെ പുറകെ പോയിട്ടില്ല. നല്ല കുടുംബത്തിൽ നിന്നുള്ള ആരും ഇവന്റെ പുറകെ പോയിട്ടില്ല. അതുകൊണ്ട് മണ്ടത്തരം കാണിക്കല്ലേ, വേഗം ബാഗ് അടിക്കുകയൊക്കെ തിരിച്ചു വെച്ചോ എന്ന് അപ്പം പറയുമെന്ന് നമുക്ക് ഊഹിക്കാം. ഇനി അതും കേട്ടില്ലെങ്കിൽ പെറ്റതള്ള മുറ്റത്തോട്ട് ഇറങ്ങിയെന്ന് നെഞ്ചത്തിന്റെ 2 അടി അടിക്കുമ്പോ, എന്റെ മോനെ ഞങ്ങളോട് ഇത് വേണമായിരുന്നു എന്ന് ചോദിക്കുമ്പോ ഇവന്റെ സഞ്ചി താഴെ വെച്ചു, ബാഗിൽ നിന്ന് ഉടുപ്പൊക്കെ എടുത്ത് തിരിച്ച് അളവാരി വെച്ചു, യാത്ര മുടങ്ങി. ഇത് കർത്താവിന് അറിയായിരുന്നു. ഇങ്ങനെ പറ്റുമെന്ന് കർത്താവിന് അറിയായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ യാത്ര പറയാൻ പോകണ്ട. യാത്ര പറയുന്നത് തെറ്റല്ല, പക്ഷേ നീ യാത്ര പറയാൻ പോയാൽ തിരിച്ചു വരികയെന്ന് എനിക്കറിയാം. യാത്ര പറയാൻ പോയ എത്ര പേരുണ്ട് ഇപ്പോഴും യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. കർത്താവിനെ അനുഗമിക്കാൻ അവസരം കിട്ടി, പക്ഷേ കുടുംബ ബന്ധങ്ങൾ പാലിക്കാനായിട്ട് പോയ അനേക ആളുകളുണ്ട്. അവരിതുവരെ തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് യാത്ര പറച്ചിൽ വളരെ ശ്രദ്ധിക്കണം. പ്രസംഗങ്ങളുടെ പ്രഭുവായ സ്പർജൻ ഈ യാത്ര പറച്ചിലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം ഞാനൊന്ന് വായിക്കാം. അദ്ദേഹം രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്,
ബി അഫ്രൈഡ് ഓഫ് ദീസ് ഫെയർവെൽസ്. ഈ യാത്ര പറച്ചിലുകളെ ഭയപ്പെടണം. They have been the ruin of hundreds of hopeful people. കർത്താവിനെ അനുഗമിക്കാൻ സാധ്യതയുണ്ടായിരുന്ന നൂറുകണക്കിന് ആളുകളുടെ ജീവിതം നശിപ്പിച്ചത് ഈ യാത്ര പറച്ചില. They have gone to their companions to give them the last kiss or the last shake hand. We have not seen anything more of them. അവരുടെ പ്രിയപ്പെട്ടവർക്ക് അന്ത്യ ചുംബനം കൊടുക്കാനും അന്തിമമായിട്ട് കെട്ടിപ്പിടിച്ച് കൈ കൊടുത്ത് വരാനും പോയതാണ്. പക്ഷെ അവരിൽ ആരെ കുറിച്ച് ഇതുവരെ പിന്നെ യാതൊരു വിവരവും കിട്ടിയിട്ടില്ല. സ്പർദ്ധം പറയാണ്, ബി കെയർഫുൾ അബൌട്ട് ഫെയർവെൽസ്. യാത്ര പറച്ചിൽ എല്ലാവരും ശ്രദ്ധിച്ചോണം. അനേകരെ കെട്ടിപ്പിടിക്കാനും ഉമ്മ കൊടുക്കാനും കൈ കൊടുക്കാനും പോയതാ വീട്ടുകാർക്ക്. പിന്നെ ഒരു ന്യൂസും അവരെ കുറിച്ച് ഇതുവരെ ഇല്ല. അങ്ങനെ പോയാൽ മടങ്ങി വരികയില്ലെന്ന് കർത്താവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവനോട് പറഞ്ഞത്, നീ അതിന് പോകണ്ട. കലപ്പയ്ക്ക് കൈവച്ച ശേഷം, വിളി ലഭിച്ച ശേഷം പുറകോട്ട് നോക്കിയാൽ ഇനി കാര്യങ്ങൾ ശരിയാകയില്ല. പുറകോട്ട് നോക്കി ഉഴുന്നവന്റെ കാര്യം നമുക്കറിയാം. ഒരുത്തൻ പുറകോട്ട് നോക്കി ഉഴുന്നാൽ അവന് ഉഴുതുന്ന ആ പാത ഒരിക്കലും സ്ട്രെയിറ്റ് ആയിരിക്കയില്ല, അത് വളഞ്ഞ് വളഞ്ഞേ പോവുകയുള്ളൂ. നേരെ നോക്കി ഉഴുതാല് ഉഴുന്ന പാത ശരിയാകുകയുള്ളൂ. കർത്താവ് ആ കാര്യം അവരെ ഓർപ്പിക്കുകയാണ്. ഈ 3 പേർക്കും വിളി ലഭിച്ചു, അല്ലെങ്കിൽ വിളിക്കാൻ അനുഗമിപ്പാൻ അവസരം കിട്ടി. എന്നാൽ അവര് ന്യായമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ തടസ്സമായിട്ട് ഉന്നയിച്ചു. അത് അന്യായമായ കാര്യങ്ങളായി ഭവിക്കുമെന്ന് കണ്ട് കർത്താവ് അത് തടഞ്ഞു. കർത്താവ് മുൻതൂക്കം കൊടുത്തത് ഈ ഒരു കാര്യത്തിനുമല്ല, നീ എന്നെ അനുഗമിക്ക, അതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. ഇവിടെ 10-ാമത്തെ അധ്യായം, അടുത്ത അധ്യായം ആരംഭിക്കുന്നത് എങ്ങനെയാന്ന് കണ്ടോ. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. അപ്പൊ ഈ 3 പേര് അതിനകത്ത് ഉണ്ടായിരിക്കാൻ അവർ അനുഗമിച്ചോ ഇല്ലയോ എന്ന് ഇവിടെ പറയുന്നില്ല. പക്ഷെ ന്യായമായിട്ട് ഊഹിക്കുന്നു അവർ അനുഗമിച്ചില്ലെന്നാണ്. കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. നീ അനുഗമിച്ചില്ല എന്ന് വിചാരിച്ച് കർത്താവിനെ അനുഗമിപ്പാൻ ആളില്ലെന്ന് നീ വിചാരിക്കല്ലേ. നിനക്ക് കിട്ടിയ വിളി നീ അലക്ഷ്യമാക്കിയെന്ന് വിചാരിച്ച് എല്ലാവരും ആ വിളി അലക്ഷ്യമാക്കുമെന്ന് വിചാരിക്കല്ലേ. എന്നെ അനുഗമിക്കാൻ വേറെ ആളുകളുണ്ട്. 3 പേര് അലക്ഷ്യമാക്കി, പക്ഷേ 70 പേര് റെഡിയാ അനുഗമിക്കാനായിട്ട്. വേറെ 70 പേരെ നിയമിച്ചു. അവൻ അവരെ ഈരണ്ടായിട്ട് അയച്ചു. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇവരെ വിളിച്ച, അല്ലെങ്കിൽ ഇവർക്ക് അവസരം ലഭിച്ച സന്ദർഭം ഒന്ന് നോക്കിയേ. ഏത് കോണ്ടെക്സ്റ്റിലാണ്, ഏത് സമയത്താണ് അവർക്ക് വിളി ലഭിച്ചത്? 51-ാം വാക്യത്തിലുണ്ട്, അവന്റെ ആരോഹണത്തിലുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരൂശലേമിലേക്ക് യാത്രയാവാൻ മനസ്സുറപ്പിച്ചു. അപ്പോൾ കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റ് പോകാൻ പോവുക, ക്രൂശമരണത്തിലേക്ക് പോവുകയാണ്. അതിനായിട്ട് അവൻ മനസ്സുറപ്പിച്ച് വളരെ വലിയൊരു ദൗത്യം ചെയ്യാൻ പോകുകയാണ്. അവൻ മനസ്സ് ഉറപ്പിച്ച് യെരൂശലേമിലേക്ക് യാത്രയാവുകയാണ്. ഇതിനെക്കുറിച്ച് യെശയ്യാപ്രവചനം 50-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ അവന്റെ മുഖം അവൻ തീക്കല്ല് പോലെയാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖം തീക്കല്ല് പോലെയാക്കി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ ഒരു കാര്യം ചെയ്യാനായിട്ട് അവന്റെ ശുശ്രൂഷയുടെ അന്ത്യത്തിൽ യെരൂശലേമിലേക്ക് പോകാൻ അവൻ മനസ്സുറപ്പിച്ചിരിക്കുകയാണ്. അങ്ങോട്ടുള്ള യാത്രയിലാണ്. അതിനിടയ്ക്കാണ് ഇവരെ വിളിക്കുന്നത്. പക്ഷേ അവരോരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോകാനുള്ള തടസ്സം ഉന്നയിക്കുകയാണ്. കർത്താവ് പറയാണ്, അവിടെ പറയാതെ പറയുകയാണ്, എനിക്ക് വേറെ വലിയ ഒരു ജോലി കിടക്കും. എന്താ? മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പ് സാധിപ്പിക്കുക എന്നുള്ള ഏറ്റവും ഗൗരവമേറിയ ഒരു ദൗത്യം നിർവഹിക്കാനായിട്ടുള്ള യാത്രയിലാണ് ഞാൻ. അതാണ് എന്റെ മുമ്പിലുള്ളത്. നീ എന്നെ അനുഗമിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല ഏറ്റവും പ്രധാന കാര്യം. നിനക്ക് അവസരം കിട്ടിയപ്പോൾ നീ അനുഗമിക്കണം, അല്ലെങ്കിൽ വേറെ ആളുകൾ അനുഗമിക്കും. അത് മാത്രമല്ല, എന്റെ ദൗത്യത്തിൽ നിന്ന് എനിക്ക് പിന്മാറാനൊക്കെയില്ല.
നീ അപ്പനോട് യാത്ര ചോദിച്ചിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് സമയമില്ല. നിന്റെ അപ്പനെ കുഴിച്ചിട്ട് വീട്ടിലെ കാര്യമെല്ലാം ശരിയാക്കുന്നത് വരെ എന്റെ യാത്ര ലേറ്റ് ആക്കാൻ എനിക്ക് നിവൃത്തിയില്ല. കാരണം ഞാൻ മനസ്സുറപ്പിച്ച് ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായുള്ള ക്രൂശമരണമെന്ന ഗൗരവമേറിയ ദൗത്യത്തിലേക്ക് ചുവടുകൾ വെച്ച് നീങ്ങിക്കൊണ്ടിരിക്കുക. എന്നെ അനുഗമിക്കണമെങ്കിൽ ഇപ്പം നീ അനുഗമിച്ചോണം. നിന്റെ ടൈം ടേബിൾ അനുസരിച്ച് എന്റെ ടൈം ടേബിൾ ഞാൻ മാറ്റുകയില്ല. എന്റെ ടൈം ടേബിൾ നിത്യതയിലെ തീരുമാനിച്ച ടൈം ടേബിളാണ്. മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി യെരുശലേമിൽ ചെല്ലുക, അവിടെ ക്രൂശിക്കപ്പെടുക എന്നുള്ളത് നിത്യതയിൽ പിതാവായ ദൈവം തീരുമാനിച്ച ടൈം ടേബിളാണ്. ആ ടൈം ടേബിൾ അനുസരിച്ച് ഞാൻ എന്റെ ചുവടുകൾ മുമ്പോട്ട് വെക്കുക. നിന്റെ ടൈം ടേബിള് എന്റെ ടൈം ടേബിളുമായിട്ട് അലൈൻ ചെയ്യാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ വരാം. എന്നാൽ നിന്റെ ടൈം ടേബിൾ അനുസരിച്ച് എന്റെ ടൈം ടേബിൾ ഞാൻ മാറ്റുകയില്ല. എന്റെ കാര്യപരിപാടി മാറ്റിവെക്കാൻ ഒക്കുന്ന കാര്യപരിപാടി അല്ല. യെരുശലേമിൽ പോവുക, ക്രൂശമരണം സഹിക്കുക എന്നുള്ളത് മാറ്റിവെക്കാൻ ഒക്കുന്ന പരിപാടിയല്ല. എന്റെ പരിപാടിയുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുകയാണ്. എന്നാൽ നിനക്ക് ഇതിനിടയ്ക്ക് വലിയൊരവസരം നിങ്ങൾക്ക് ലഭിച്ചു. നിങ്ങളുടെ ടൈം ടേബിളൊക്കെ മാറ്റിവെച്ചിട്ട് എന്റെ ടൈം ടേബിൾ പ്രകാരം എന്റെ പിന്നാലെ വരാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. എത്രയോ വലിയ ഒരു സത്യമാണ് നമ്മൾ വായിച്ചത്. അവൻ വേറെ 70 പേരെ നിയമിച്ചു. ഇവര് കർത്താവിനെ പിൻപറ്റിയിരുന്നു എന്ന് വിചാരിക്കുക. പിൻപറ്റിയിരുന്നെങ്കിൽ അവരുടെ ഭാവി എന്തായിരുന്നേനെ? 12 ശിഷ്യന്മാരിൽ ഒരുപക്ഷെ ഇവർ ഉൾപ്പെടത്തില്ലായിരിക്കും. അത് സാരമില്ല. കർത്താവിന് വേറെ ശിഷ്യന്മാരുണ്ട്. 12 പേര് മാത്രമല്ല, കർത്താവിനെ അനുഗമിച്ചവർ ഒത്തിരി പേരെ അനുഗമിച്ചവരുണ്ട്. അവരെല്ലാവരും സുവിശേഷത്തിന്റെ സാക്ഷികളായി തീർന്നേനെ. ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിപ്പേനെന്ന് പ്രഥമമായി 12 പേരോടാണ് പറഞ്ഞതെങ്കിലും ആ വലിയ ദൗത്യത്തിൽ 12 പേര് മാത്രമല്ല, മറ്റനേകര് പങ്കുചേർന്നു. അപ്പോസ്തലന്മാരെന്ന പേരുണ്ടെങ്കിലും ഇല്ലെങ്കിലും കർത്താവിന്റെ സാക്ഷികൾ ആകുവാൻ അനേകര് മുമ്പോട്ട് വന്നു. ആ കൂട്ടത്തിൽ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കാൻ, സുവിശേഷം പ്രസംഗിക്കുവാൻ, ഭൂമിയുടെ അറ്റത്തോളം പോകുക, ഈ 3 പേർക്കും ഒരു പക്ഷേ സാധിച്ചേനെ. അവര് പിൻപറ്റിയിരുന്നെങ്കിൽ യെരുശലേമിൽ കർത്താവിന്റെ കൂടെ പോവുകയും ക്രൂശമരണത്തിന് സാക്ഷ്യം വഹിക്കുകയും അവന്റെ അന്തിമ നിയോഗത്തിന്റെ ഭാഗമായി തീരുകയും അവര് ചെയ്തിരുന്നെങ്കിൽ അവരും ഭൂലോകമൊക്കെയും പോയി സുവിശേഷം അറിയിക്കുന്ന ആളുകളായി ഒരുപക്ഷെ തീർന്നേനെ. 12 പേരുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ ഉൾപ്പെടുകയില്ലായിരിക്കും. എന്നാലും അവരും സുവിശേഷത്തിന്റെ സാക്ഷികളായി കർത്താവിന്റെ യഥാർത്ഥ ശിഷ്യന്മാരായി തീർന്നേനെ. അവരും പ്രസിദ്ധരായി തീർന്നേനെ. അവരെയും കർത്താവ് ഉപയോഗിച്ചേനെ. അനേകരുടെ രക്ഷയ്ക്ക് ദൈവം അവരെ മുഖാന്തരമാക്കിയേനെ. വീണ്ടെടുപ്പിന്റെ സന്ദേശം ലോകം മുഴുവൻ അറിയിക്കുവാൻ അവർക്കും സാധിച്ചേനെ. പക്ഷെ ആ അവസരം അവര് പ്രയോജനപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, നമ്മോടുള്ള ബന്ധത്തിൽ ഈ അർത്ഥത്തിൽ കർത്താവിനെ അനുഗമിക്കുന്നവരായിരിക്കാം നമ്മൾ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കാര്യപരിപാടിക്കും ദൈവത്തിന്റെ ടൈം ടേബിളിനും നമ്മുടെ ജീവിതത്തിൽ കൊടുക്കേണ്ട സ്ഥാനം നാം കൊടുത്തില്ലെങ്കിൽ വളരെ നഷ്ടം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന പല നിലകളിൽ നാം ഉപയോഗപ്പെടാതെ പോകും. ദൈവത്തിന്റെ കാര്യപരിപാടി ദൈവം നിറവേറ്റും. എന്നാൽ നമ്മെക്കുറിച്ചുള്ള കാര്യപരിപാടി നിറവേറാതെ പോവുകയും നാം നഷ്ടക്കച്ചവടക്കാരായി തീരുകയും ചെയ്യും. നിനക്ക് വിളി ലഭിച്ചിട്ടുണ്ടോ? കർത്താവിനെ അനുഗമിപ്പാൻ, പൂർണ്ണ ഹൃദയത്തോടെ അവനെ സ്നേഹിപ്പാൻ, അവന് വേണ്ടി ചിലത് വിടുവാൻ നിനക്ക് അവസരം ലഭിച്ചിട്ടുണ്ടോ? നീ അത് ചെയ്തോണം. കാത്തിരിക്കല്ല്. കർത്താവിന് കാത്തിരിക്കാൻ നേരമില്ല. അവന്റെ കാര്യപരിപാടിയുമായിട്ട് അവൻ മുന്നോട്ട് പോവുകയാണ്. നീ അവന്റെ കൂടെ ചേർന്നാൽ നിന്റെ ജീവിതം ധന്യമാകും. നിന്നെ അവൻ ഉപയോഗിക്കും. നിന്റെ ജീവിതത്തെ കുറിച്ചുള്ള വലിയ കാര്യപരിപാടി ദൈവം നിറവേറ്റും. അതുകൊണ്ട് നമ്മളെല്ലാവരും കർത്താവിനെ ഒരർത്ഥത്തിൽ അനുഗമിക്കുന്നവരായിരിക്കും നമ്മള്. പക്ഷേ കർത്താവിന്റെ പൂർണ്ണമായ കാര്യപരിപാടിയിൽ പങ്കെടുക്കുന്നവരായി, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ ഇഷ്ടം പൂർണ്ണമായി നിറവേറ്റുന്നവരായി ഇരിക്കാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് മനസ്സുണ്ടോ? കർത്താവ്, എന്റെ ജീവിതത്തിൽ 1-ാം സ്ഥാനം നിനക്കായിരിക്കും. വേറൊരു കാര്യവും അതിനേക്കാൾ പ്രഥമമായൊരു സ്ഥാനമായി ഞാൻ കണക്കാക്കിയില്ല. നിന്നെ അനുഗമിക്കുക, നിന്നെ പിൻപറ്റുക, അതായിരിക്കും എൻ്റെ ജീവിതത്തിലെ 1-ാമത്തെ സ്ഥാനം എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള
ഒരു അവസരം കൂടെയാണ് ഇത്. അങ്ങനെ ചെയ്താൽ ലോകത്തെ കീഴ്മേൽ മറിക്കുക എന്നുള്ള വലിയ ദൗത്യത്തിൽ നമുക്കും ഒരു ചെറിയ പങ്ക് ലഭിക്കും. ഞാനിവിടെ വായിച്ചിട്ടുള്ള ഒരു കാര്യം നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ പലരും ഓർക്കുന്നില്ലായിരിക്കും, അതുകൊണ്ട് ഒന്നുകൂടെ പറയാം. കമ്പ്യൂട്ടർ ലോകത്തെ കീഴ്മേൽ മറിക്കാനായിട്ട് ആരംഭിച്ച സമയത്ത്, അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കമ്പ്യൂട്ടർ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്ന സമയത്ത്, ആപ്പിൾ കമ്പ്യൂട്ടർ ആണെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ അങ്ങനെയാണെങ്കിൽ, ഒരു വലിയ കമ്പ്യൂട്ടർ ഫേം ആളുകളെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. അവരുടെ കമ്പ്യൂട്ടർ പരിപാടി ലോകം മുഴുവൻ വ്യാപിപ്പിക്കാനായിട്ട് ആളുകളെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു പ്രഗത്ഭനായ ഒരാള് പെപ്സിക്കോള എന്ന് പറയുന്നത് കൊക്കോകോള പോലെ ഒരു സാധനമാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പെപ്സിക്കോള കമ്പനിയിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ മേൽ ഇവര് നോട്ടം ഇട്ടു. ഇയാൾ നമ്മുടെ കൂടെ കൂടിയാൽ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചു. അവർ 2-3 എഴുത്തയച്ചു അയക്കാം. നീ അത് വിട്ടേച്ച് ഇങ്ങോട്ട് വാ, ഞങ്ങളുടെ കൂടെ കമ്പ്യൂട്ടർ കമ്പനി ചേര് എന്ന് പറഞ്ഞു. പക്ഷെ അയാൾ ശരിയായിട്ട് മറുപടി കൊടുത്തില്ല. അപ്പൊ ഒടുവില് ഈ കമ്പ്യൂട്ടർ ഫേം അയക്കൊരു എഴുത്തെഴുതി. ആ എഴുത്തിൽ അവരെഴുതിയിരുന്ന ഒരു വാചകം, മേക്കപ്പ് യുവർ മൈൻഡ്. ആർ യു ഗോയിങ് ടു സ്പെൻഡ് ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് സെല്ലിംഗ് ഷുഗർ വാട്ടർ, ഓർ ആർ യു ഗോയിങ് ടു കം ആൻഡ് ജോയിൻ us to change the world? മനസ്സിലായോ? അവരെന്താ എഴുതിയ? 2-1 തീരുമാനിച്ചോണം. നിന്റെ ജീവിതകാലം മുഴുവൻ നാട്ടുകാർക്കെല്ലാം പഞ്ചാര വെള്ളം കലക്കി ജീവിക്കാൻ പോവുകയാണോ, അതോ ഞങ്ങളുടെ കൂടെ വന്ന് ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ജോലിയിൽ നിനക്ക് പങ്കുകാരനാകണോ? നീ തീരുമാനിച്ചോണം. നാട്ടുകാർക്കെല്ലാം പഞ്ചാര വെള്ളം കലക്കി കൊടുത്ത് നിന്റെ ജീവിതം കളയാൻ പോവുകയാണോ, അതോ ഞങ്ങളുടെ കൂടെ ചേർന്ന് ലോകത്തെ കീഴ്മേൽ മറിക്കാൻ നീ തയ്യാറാണ്? അയാൾ എന്താ മറുപടി അയച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മോട് പറയാ, നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി, ധനത്തിന് വേണ്ടി, മാനത്തിന് വേണ്ടി, സ്വത്തിന് വേണ്ടി, വീടിന് വേണ്ടി ഉള്ള കാര്യങ്ങളിൽ വ്യാപൃതനായി ദൈവകാര്യത്തിന് കൊടുക്കാൻ സമയമില്ലാതെ, പണമില്ലാതെ, അത് ശ്രദ്ധിക്കാൻ നേരമില്ലാതെ, കർത്താവിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കാതെ നിന്റെ ജീവിതം നീ പാഴാക്കാൻ പോവുകയാണോ, അതോ ദൈവത്തിന്റെ കാര്യപരിപാടിക്കായി, അതെന്ത് തന്നെ ആയിക്കട്ടെ, നിന്നെ തന്നെ കീഴ്പ്പെടുത്തി കർത്താവിന്റെ രാജ്യത്തിന്റെ കെട്ടുമണി, ദൈവസഭയുടെ കെട്ടുമണി, ലോകത്തിന്റെ സുവിശേഷീകരണം, മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പ്, ആ വലിയ വേലയിൽ എന്റെ കൂടെ ചേരാൻ നിനക്ക് മനസ്സുണ്ടോ? ഇതാണ് ചോദ്യം. നമ്മളാണ് അതിന് മറുപടി പറയേണ്ടത്. അതിന് തടസ്സമായി നിൽക്കുന്നത് സമ്പത്തായിരിക്കും, തടസ്സമായി നിൽക്കുന്നത് കൂട്ടുകെട്ടായിരിക്കും, വീട്ടുകാരായിരിക്കും, മറ്റ് ഒബ്ലിഗേഷൻസ് ആയിരിക്കും. എന്നാൽ അതിൻ്റെ എല്ലാം വിട്ട് നീ വരണം. കാരണം നിന്റെ സമയത്ത് ക്രമമനുസരിച്ച് വെയിറ്റ് ചെയ്യാൻ എനിക്ക് നേരമില്ല. ഞാൻ എൻ്റെ ഉന്നതമായ കാര്യപരിപാടിയുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. യെരുശലേമിൽ ചെന്ന് വലിയ കാര്യം എനിക്ക് സാധിക്കാനുണ്ട്. അതുകൊണ്ട് നിന്റെ നാട്ടിൽ കൂടുതൽ നേരം തങ്ങാൻ എനിക്കൊക്കെ ഇല്ല. നീ വരുന്നെങ്കിൽ വീടിനെ കൂടിനെ എല്ലാം ഇപ്പം വിട്ടേച്ച് ഇപ്പം വരണം, എൻ്റെ കൂടെ നിനക്ക് കൂടാം. എത്രയോ പേർ അങ്ങനെ കൂടിയിട്ടുണ്ട്, സകലവും വിട്ട്. ചിലരൊക്കെ കൂടാൻ മടിച്ച് കൂടാതിരുന്നിട്ടുമുണ്ട്. നമ്മുടെ സ്ഥാനം ഇതിൽ ഏതാ? ഒറിയ ഭാഷയിൽ ഒരു ക്രിസ്തീയ പാട്ടുണ്ട്, ഒരു ശിഷ്യന്റെ പാട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ജീവിതത്തിൽ മറ്റു കാര്യങ്ങൾ തന്നെ തടസ്സപ്പെടാതിരിക്കാൻ കർത്താവെ സഹായിക്കണേ എന്ന് പറയുന്ന ഒരു ശിഷ്യന്റെ ഒരു പാട്ടാണ്. അത് ചില സഹോദരന്മാര് അത് മലയാളത്തിലോട്ടും ആക്കിയിട്ടുണ്ട്. വളരെ അർത്ഥമുള്ള വരികളാണ്. കുടുംബ ബന്ധങ്ങൾ ബന്ധനമായി തീർന്നാൽ നീക്കുക നീയായതെല്ലാം. കുടുംബ ബന്ധങ്ങൾ ബന്ധനമായി തീർന്നാൽ നീക്കുക നീയായതെല്ലാം. നീയൻ സ്വന്തമായി തീർന്നാൽ ധന്യനാം ഞാൻ. നീയൻ സ്വന്തമായി തീർന്നാൽ ധന്യനാം ഞാൻ. യേശു മാത്രമാണെൻ ധനം പ്രഭോ, യേശു മാത്രമാണെൻ ധനം. യേശു മാത്രമാണെൻ ധനം പ്രഭോ, യേശു മാത്രമാണെൻ ധനം. സമ്പത്തെന്നെ നിന്നിൽ നിന്ന് അകറ്റിടുമെങ്കിൽ
സമ്പത്തൊന്നും വേണ്ട എനിക്ക് നാഥ, സമ്പത്തൊന്നും വേണ്ട എനിക്ക്. മാനമെന്നെ നിന്നിൽ നിന്ന് അകറ്റിടുമെങ്കിൽ മാനമൊട്ടും വേണ്ട എനിക്ക് നാഥ, മാനമൊട്ടും വേണ്ട എനിക്ക്. അന്ധനായി തീർന്നാൽ ഞാൻ നിന്നെ കാണുമെങ്കിൽ അന്ധനാക്കി തീർക്കൂ എന്നെ പ്രഭു, അന്ധനാക്കി തീർക്കൂ എന്നെ. അന്ധനായി തീർന്നാൽ ഞാൻ നിന്നെ കാണുമെങ്കിൽ അന്ധനാക്കി തീർക്കൂ എന്നെ പ്രഭു, അന്ധനാക്കി തീർക്കൂ എന്നെ. बुझिया की जेबे मुँह तुमो देखा पाई, करो मुते चक्युगिनो प्रभु, करो मुते चक्युगिनो. बुझिया की जेबे मुँह तुमो देखा पाए, करो मुते चक्युगिनो देवा, करो मुते चक्युगिनो.